ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ചേന ഫ്രൈ തയ്യാറാക്കാമെന്ന് കേട്ടോ. ഇതുപോലെ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചേന ഫ്രൈ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചേനയാട്ടോ എടുത്തിരിക്കുന്നത്. നല്ല മൂത്ത ചേന നോക്കിയെടുക്കണേ. ഇതുപോലെ വലിയ ചേനയിൽ നിന്നും കട്ട് ചെയ്ത് വാങ്ങിയാൽ മതിയാവും കേട്ടോ. ചെറിയ ചേനയാണെങ്കിൽ നമ്മൾ നല്ല പോലെ വെന്ത് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ ഇനി ചെറിയ സ്ലൈസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതാണ്ടോ, ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ തോലക്കില്ലേ, അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. നല്ല പോലെ അത് ക്ലീൻ ചെയ്ത ശേഷം കഴുകണം കേട്ടോ. ഇപ്പോൾ തന്നെ കഴുകുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ നന്നായി ചൊറി ഇളകും. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാട്ടോ കട്ട് ചെയ്യുന്നത്. ഇതാണ്ടോ, ഈ ഒരു ഭാഗമില്ലേ, ഇത് കുഴിച്ചിടുകയാണെങ്കിൽ നമുക്ക് വേറൊരു ചേന കൂടെ ചെടി കൂടെ കിട്ടും കേട്ടോ. അത് ഞാൻ കുഴിക്കാൻ മാറ്റി വയ്ക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ചെറിയ സ്ലൈസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതാ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ നീളത്തിലുള്ള പീസുകളാക്കിയിട്ടൊന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതാണ്ടോ, ഈ ഒരു ഭാഗം ആ മൂക്കില്ലേ, ആ ഒരു ഭാഗം കേട്ടോ. അതുകൊണ്ടാട്ടോ ഈ ഒരു കളറ്, അതൊന്നും കുഴപ്പമില്ല. ഇനി ഇതുപോലെ നമുക്ക് ചെറിയ നീളത്തിലുള്ള പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് വീണ്ടും ചെറിയ പീസുകളായിട്ട് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യണേ. ഒരേ കനത്തിലൊന്ന് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയല്ലെങ്കിൽ നമ്മുടെ ചേന പീസില്ലേ, ചിലതൊക്കെ വെന്ത് പോകും, ചിലത് നല്ല കരിഞ്ഞു പോകും. അതുകൊണ്ട് ഏകദേശം ഒരേ കനത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് നമുക്കിതിനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് തന്നെ കുരുമുളക് പൊടിയും, 1 സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി മുരിഞ്ഞ് വരുന്ന സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം കേട്ടോ. ആ ചട്ടിയിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ ചട്ടി ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ, ഒരു ഹാഫ് കുക്കാകുന്നവരെ കേട്ടോ. നല്ലപോലെ ഇതിൽ കിടന്ന് ഫുള്ളായിട്ട് വേകരുത്, ഹാഫ് കുക്കായാൽ മതിയാവും കേട്ടോ. നല്ലപോലെ ഇളക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. മസാലയൊക്കെ നല്ലപോലെ എല്ലാ ഭാഗത്തും പിടിക്കണം കേട്ടോ. ഇതാണ്ടോ, ഇതുപോലെ ഒന്ന് ഹാഫ് കുക്കായാൽ മതിയാകും. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നന്നായിട്ട് ഓയിൽ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചേനയില്ലേ, ആ മസാലയോട് കൂടി തന്നെ ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഫുള്ളിൽ വെച്ച് തന്നെ ലാസ്റ്റ് വരെയും വേവിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ചേന പീസൊക്കെ ഉടഞ്ഞു പോകും, സിമ്മിലിരുന്നാൽ മുരിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് ഫുള്ളിൽ വെച്ച് തന്നെ മാക്സിമം വേവിക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അടുക്കി പിടിക്കും ഉള്ളിൽ വയ്ക്കുന്നതുകൊണ്ട്. നന്നായിട്ട് ഇടയ്ക്ക് ഇളക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം ഇടയ്ക്ക് 1 സ്പൂണ് ഓയിൽ ഒഴിച്ചെടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരു ഭാഗം നന്നായി മുരിഞ്ഞു പോകും, മേൽവശമൊക്കെ മുരിയാതെ കിടക്കുകയും ചെയ്യും കേട്ടോ. ഇതാണ്ടോ, ഏകദേശം നന്നായി നമ്മുടെ ചേനയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മേൽവശമൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ട്, ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു ചേന ഫ്രൈ നല്ല പരിപ്പ് കറിയുടെ കൂടെയൊക്കെ നല്ല അസൽ കോമ്പിനേഷനാണ് കേട്ടോ. കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാവും, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചേന ഫ്രൈ ആണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എരിശ്ശേരിയും കറിയൊക്കെ വയ്ക്കില്ലേ, അതിന് പകരം ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രുചിയാട്ടോ, കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു കേട്ടോ.